റബിൻ, നമ്മൾ ഈ വാർത്തയൊക്കെ നമ്മൾ കുറേ ചർച്ച ചെയ്യുന്നതും നമ്മൾ കേട്ട് ഞെട്ടുന്നതും ഒക്കെയാണ്. പക്ഷേ ഇതൊക്കെ വീണ്ടും വീണ്ടും തുടരുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു നിയമവശം നോക്കുകയാണെങ്കിൽ വേണ്ട രീതിയിലൊരു ശിക്ഷാ നടപടികളിലേക്ക് പോകാൻ എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? നോക്കൂ, ഇത് നമുക്ക് ഈ വിഷയം അപഗ്രഥിക്കുമ്പോൾ തന്നെ ഇതൊരു കൊലപാതകമാണ്. ഒരു വ്യക്തിയെ കൊലപ്പെടുത്തുന്ന അതേ ഒരു ഗ്രാവിറ്റി തന്നെയാണ് ഒരു കുഞ്ഞു ജീവനെ നിഷ്കരണം നിഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പ്രതികൾ ചെയ്തിരിക്കുന്നത്. അതും അവരുടെ അതിനുള്ള ഇന്റൻഷൻ, അതിനുള്ള മോട്ടീവ്, അതെല്ലാം അവരെ ഒരു ഗൂഢാലോചനയോടുകൂടി ചേർന്നിട്ടുള്ളതാണെങ്കിൽ അവർക്ക് പുതിയ നിയമ സംഹിത അനുസരിച്ചിട്ടുള്ള അവർ ഒന്നു ചേർന്ന് ഗൂഢാലോചന നടത്തി ഒരു കൊലപാതകം നടത്തി എന്നതിന്റെ വകുപ്പുകളും കൊലപാതകത്തിനുള്ള ശിക്ഷ തന്നെയും അവരെ ചുമത്തിക്കൊണ്ട് പ്രോസിക്യൂട്ട് ചെയ്യുന്നതാണ്. പിന്നെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകമായിട്ടും പൊതുസമൂഹത്തിലെ പുതിയ കാലഘട്ടങ്ങളിൽ ചർച്ച വരുന്നതനുസരിച്ച് ഡിഫൻസ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടൊക്കെ ഇവരുടെ മാനസിക നിലയും മറ്റും, പ്രത്യേകിച്ച് സ്ത്രീയുടെ ഒരു നവജാത ശിശുവിനെ കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് അവരുടെ അമ്മ പെരുമാറുന്ന ഒരു ഘട്ടങ്ങൾ പുതിയ മനഃശാസ്ത്രപരമായ രീതിയിലെല്ലാം പഠിക്കുന്നവർ പറയുന്ന ഒരു പ്രധാന കാര്യം അവർ പലപ്പോഴും ഡിഫൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇതിൽ ചില വിഷയങ്ങളിലെങ്കിലും സ്ത്രീകൾക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തന്റെ കുഞ്ഞിനെ പോലും നിഗ്രഹിക്കാൻ അല്ലെങ്കിൽ കരയുന്ന കുഞ്ഞിനോട് ദേഷ്യം തോന്നുക, അവരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുക എന്നിങ്ങനെയുള്ള സ്വഭാവ വൈകല്യങ്ങൾ, അത് മാനസിക നിലയുടെ പ്രശ്നമായിട്ട് വരുന്ന വിഷയങ്ങളൊക്കെ ഉള്ളതിനാൽ ആ ഭാഗം കൂടി അവർക്ക് പറയാനുള്ളതും കൂടി ചിലപ്പോൾ കേൾക്കേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു ഡിഫൻസ് സ്റ്റോറി അല്ലെങ്കിൽ ഈ കേസിനെ പ്രതിരോധിക്കാനായിട്ട് അവരുടെ അഭിഭാഷകൻ മുഖേന അല്ലെങ്കിൽ അവരുടെ മാനസിക നില പക്വതയെല്ലാം നോക്കിക്കൊണ്ടൊക്കെ ഒരുപക്ഷെ അവർക്ക് പറയാനുള്ളതും കൂടി പൊതുസമൂഹത്തിന് മുമ്പിൽ വെളിവാക്കപ്പെട്ടേക്കാം. പക്ഷെ ഇപ്പോൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് 36 വയസ്സോളമുള്ള സ്ത്രീയും 38 വയസ്സുമുള്ള പുരുഷനുമാണ് ഇതിൽ പ്രതിയായിട്ട് വരുന്നത്. ഇതനുസരിച്ചിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ കേൾക്കുന്നതനുസരിച്ച് ഒരു വളരെ ചെറിയ പ്രായമുള്ള ദമ്പതികളോ കാമുകന്മാരോ സുഹൃത്തുക്കളോ ഒന്നുമല്ല. 36-38 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യത്തിലധികം പക്വതയായി ജീവിതാനുഭവമായി അങ്ങനെയുള്ളവരാണ് പള്ളിപ്പുറം നിവാസികൾ എന്നെല്ലാം പറയുന്നു ഇത്തരം കർത്തവ്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതെങ്കിൽ അതിന് അവരുടെ പിന്നിലുള്ള മോട്ടീവ് അല്ലെങ്കിൽ എന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൽക്കൂടെ അതെല്ലാം റിവീൽ ചെയ്ത് വരേണ്ടതുണ്ട്. ആൻഡ് ഇവർ പറഞ്ഞു എന്ന് പറയുന്നു, അവരുടെ കുടുംബാംഗങ്ങൾ പറയുന്നു, അവരുടെ വയറ് വളർന്ന് വികസിച്ചു വരുമ്പോൾ അതൊരു അബ്നോർമൽ ഗ്രോത്ത് ആയി എന്നൊക്കെ പറഞ്ഞ് അവരെ പേടിപ്പിച്ചിരുന്നു. അപ്പൊ കുടുംബം, സമൂഹം, ചുറ്റുപാടുകൾ അവരെന്തെങ്കിലും സമ്മർദ്ദത്തിൽ അതിജീവിച്ചിരുന്നോ, അത്തരത്തിലുള്ള ചിന്തകൾ അവരെ അലട്ടിയിരുന്നോ, മുൻപെന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? പിന്നെ കൂടുതലായിട്ട് സാധാരണ ഇക്കാലഘട്ടത്തിൽ ഗർഭിണികളാകുമ്പോൾ നമ്മുടെ നാട്ടിലെ ആശാ പ്രവർത്തകർ അല്ലെങ്കിൽ അംഗൻവാടി പ്രവർത്തകർ അത്തരത്തിലൊരു വലിയൊരു സോഷ്യൽ ജസ്റ്റിസിന്റെ ഒരു ശൃംഖല തന്നെ നമുക്കുണ്ട്. അപ്പൊ അവരെല്ലാവരുമായിട്ട് കണക്റ്റഡ് ആയി പോയിക്കൊണ്ടിരുന്ന ഒരു ഗർഭാവസ്ഥയാണോ ഈ സ്ത്രീ പിന്തുടർന്നിരുന്നത്, അതോ ഒരു സപ്രസ് ചെയ്തുകൊണ്ടുള്ള കുടുംബം മറച്ചു വെച്ചുകൊണ്ട്, കുടുംബത്തിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിച്ചുകൊണ്ടിരുന്നെങ്കിൽ എന്തെങ്കിലും ഇവർക്ക് ഒളിപ്പിച്ചു വെക്കാൻ ഈ പ്രഗ്നൻസി കാലവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ അതിലേക്കെല്ലാം അന്വേഷണം മുന്നോട്ട് പോകണം. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പുരുഷനെ, 38 വയസ്സോളമുള്ള പുരുഷനെ എന്താണ് അതിൽ പങ്ക് എന്നത് അനുസരിക്കണം. അദ്ദേഹം ഈ പറയുന്ന സ്ത്രീയുടെ ഒരു ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കുക മാത്രമാണോ, അതോ ഈ കുഞ്ഞിന്റെ ജീവൻ നിഗ്രഹിക്കത്തക്ക രീതിയിൽ ആ കുഞ്ഞ് ജീവിച്ചിരുന്നാൽ ആക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു സത്യാവസ്ഥയെ ദേഷ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള മറ്റെന്തെങ്കിലും ചിന്ത പുരുഷനുണ്ടായിരുന്നു? ഇതിലേക്കെല്ലാം പോലീസ് സമഗ്രമായിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സമൂഹത്തിൽ ഇത്തരം കുഞ്ഞുകുട്ടികളെ പ്രസവത്തോടനുബന്ധിച്ച് കൊലപ്പെടുത്തുന്ന, അതിനെ സ്ത്രീകൾ പുരുഷന്റെ ഉൾപ്പെടെയുള്ള സഹായം തേടി വരുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ ഇത്തരം സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് ആവർത്തിക്കുന്നതിന് വളരെ ശ്രദ്ധയോടെ, ജാഗ്രതയോടെ സമൂഹം കാണേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതിന് നമ്മുടെ ഒരു സോഷ്യൽ ജസ്റ്റിസ് സിസ്റ്റം ഇത്തരം ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകളെ കൃത്യമായി മോണിറ്റർ ചെയ്യുക എന്നതാണ്. അവർക്ക് മാനസിക ശാരീരികമായ പിന്തുണ നൽകുക. ഈവൻ അതൊരു ആക്സെപ്റ്റഡ് ഗർഭാവസ്ഥയാണോ, അതോ അവര് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അത് കൺസീവ് ചെയ്തതാണോ എങ്കിൽ പോലും സമൂഹം ആ വളർന്നു വരുന്ന കുഞ്ഞിനെ അതിജീവിക്കാൻ ഉതകുന്ന രീതിയിൽ, അതേസമയം ആ കുഞ്ഞിന് താല്പര്യമില്ലാത്ത സ്ത്രീകളെ പോലും കുഞ്ഞിനെ സമൂഹത്തിന്റെ കൈകളിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ആ സ്ത്രീക്ക് അവരുടെ സ്വകാര്യതയിൽ മുന്നോട്ട് ജീവിക്കാൻ പറ്റുന്ന ഈ അമ്മത്തൊട്ടിൽ പോലുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കിയിട്ടുണ്ടല്ലോ.
മറ്റു രാജ്യങ്ങളിലൊക്കെ അത് വളരെ വിപുലമായിട്ട് തന്നെ നടക്കുന്നതാണ്. അത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തം എന്ന രീതിയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടികളെ ഏറ്റെടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ശിശുഹത്യകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അത് തന്നെയാണ്, വളരെ ശരിയാണ് റിബിൻ പറഞ്ഞതുപോലെ തന്നെ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഇനി നടക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.